الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് സംബന്ധമായ പഠനത്തിന് വേണ്ടി നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് നടത്തിയ, ജനിച്ച, ജീവിച്ച ഈ മണ്ണിൽ, പുണ്യമണ്ണിൽ, മക്കയിൽ വെച്ച് ഈ വിശുദ്ധ മണ്ണിൽ ഈ പുണ്യ ദിനത്തിൽ അസ്റിന് ശേഷം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ ഉത്തരം കിട്ടുന്ന സമയമാണിത്. അത്രയും പ്രത്യേകതയുള്ള പുണ്യകരമായ സമയത്താണ് നാം എല്ലാവരും ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മെല്ലാവരെയും അവൻ്റെ സ്വർഗ്ഗത്തോപ്പിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. നാഫിആയ ഇൽമ് പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും അതിലേക്ക് പ്രബോധനം ചെയ്യുവാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്തിനെ പ്രതിരോധിക്കുക എന്നാണ് ഈ ഇൽമുൽ ഹദീസിൻ്റെ പ്രധാന ലക്ഷ്യം. അതായത് ഖുർആനിൻ്റെ വിഷയത്തിൽ നമുക്കറിയാം, കാര്യം ഭദ്രമാണ്, ആർക്കും കൈകടത്താൻ സാധിക്കുകയില്ല, മാറ്റത്തിരുത്തലുകൾ വരുത്താൻ സാധിക്കുകയില്ല. മഹ്ഫൂദും ബിഹിഫ്ദില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഉറപ്പായും ഹിഫ്ദാക്കിയിട്ടുണ്ട്, സംരക്ഷിച്ചിട്ടുണ്ട്, അതിന് സംരക്ഷണം ഏറ്റെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പേരിൽ പലരും കളവ് പറയുന്നു. അതിനെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയിട്ടുണ്ട്. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിയതബവ്വ മഖഅദഹു മിനന്നാർ. വല്ലവനും എൻ്റെ പേരിൽ കളവ് പറഞ്ഞാൽ അവൻ നരകത്തിലൊരു സീറ്റ് പ്രതീക്ഷിച്ചു ഇരുന്നു കൊള്ളട്ടെ. അപ്പോൾ അത്രക്കും ഗൗരവമായൊരു വിഷയമാണ്. എന്നിട്ടും സുബ്ഹാനല്ലാഹ്, നമ്മുടെ ആൾക്കാർ പലരും നമ്മുടെ നാട്ടിലും മറ്റുമൊക്കെ ദീനിൻ്റെ പേരിൽ എത്രയോ കളവുകൾ പറഞ്ഞു വിടുന്നു. എത്രയോ നബിയുടെ പേരിൽ, അതേപോലെ തന്നെ പണ്ഡിതന്മാരുടെ പേരിലൊക്കെ. പക്ഷേ നബിയുടെ പേരിൽ പറയുമ്പോൾ തീർച്ചയായിട്ടും ഗൗരവം കൂടും. ഇത് നരകം ഉറപ്പായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പിച്ചിട്ടാണ് പറഞ്ഞത്. നഊദു ബില്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും കാത്ത് സംരക്ഷിക്കുമാറാകട്ടെ. അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ നോക്കൂ നിങ്ങൾ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ, മരണം വരെ 914 ജനിച്ചു, 99 മരണപ്പെട്ടു. അപ്പോൾ ഏകദേശം 70ഓളം വർഷം അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിനെ പ്രതിരോധിക്കാൻ ജീവിതത്തിൻ്റെ വലിയൊരു ബഹുഭൂരിഭാഗം അതിന് മാറ്റിവെച്ചു. എത്രയോ ഗ്രന്ഥങ്ങൾ, ഒരു ടീമിന് പോലും ഹദീസ് പണ്ഡിതന്മാർ കൂട്ടത്തോടെ ചെയ്താൽ പോലും കഴിയാത്ത എത്രയോ ഹദീസിൻ്റെ വർക്കുകൾ ഒറ്റയ്ക്ക് അദ്ദേഹം വളരെ പണ്ഡിതോചിതമായി മുമ്പുള്ള ഇമാമിങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുമാർ, സുബ്ഹാനല്ലാഹ്, അദ്ദേഹത്തിൻ്റെ വലിയ വലിയ കിതാബുകളൊക്കെ നാം നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു പോകും. സിൽസിലത്തുൽ അഹാദീസ് സ്വഹീഹ, സിൽസിലത്തുൽ അഹാദീസ് ദഈഫ, ഇർവാഉൽ ഖലീൽ ഫി തഖ്രീജി അഹാദീസ് മനാരിസ് സബീൽ തുടങ്ങി എത്രയോ വിലപ്പെട്ട ഗ്രന്ഥങ്ങൾ. ഓരോ പേജ് വായിക്കുമ്പോഴും എത്രമാത്രം ശരിക്കും പണ്ഡിതോചിതമായിട്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സുബ്ഹാനല്ലാഹ്. ഷെയ്ഖ് അൽബാനി അന്ന് അദ്ദേഹം ഈ ഗ്രന്ഥങ്ങളൊക്കെ എഴുതുമ്പോൾ കമ്പ്യൂട്ടറില്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ശരിക്ക് സെർച്ച് ചെയ്യാനുള്ള മാധ്യമങ്ങളില്ല. വലൈക്കും അസ്സലാം. അപ്പോൾ ഷെയ്ഖ് അൽബാനി റഹ്മഹുല്ലാ പോലെയുള്ള പണ്ഡിതന്മാർ ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നേർക്ക് നേരെ കാണാനും അനുഭവിക്കാനൊക്കെ പറ്റിയിരുന്ന ഒരു ഉദാഹരണമായിരുന്നു ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥങ്ങൾ. ഇന്നും ഗവേഷകന്മാർ, പഠിതാക്കൾ, പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു.
അപ്പോൾ എന്താണ് ഇവിടെ ശരിക്ക് ഈ ഒരു പരിശ്രമം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസിനെ പ്രതിരോധിക്കുക. കളവുകളിൽ നിന്ന്, ദുർബലമായ ഹദീസുകളിൽ നിന്നൊക്കെ നാം ശരിക്ക് നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കണമെങ്കിൽ നാം ഇൽമുൽ ഹദീസ് പഠിച്ചിരിക്കണം, ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ചിരിക്കണം. അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലാമ മുഹമ്മദ് ഇബ്നു ഉമർ അല്ലെങ്കിൽ ഉമർ ഇബ്നു മുഹമ്മദ് അൽ ബൈഖൂനി റഹിമഹുല്ലാഹ് രചിച്ച ഈ ഒരു കാവ്യ കൃതി. 34 വരികൾ മാത്രമുള്ള കവിതയാണ്. അതിനെ ശർഹ് നാം വായിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതിൻ്റെ രുചി, മധുരം നാം അറിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടം തന്നെയാണത്. കാരണം ഇപ്പോൾ ഷെയ്ഖ് അൽബാനിയുടെ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെട്ടാൽ അൽഹംദുലില്ലാ, അത് വലിയൊരു ഖൈറാണ്. പിന്നീടുള്ള സ്റ്റെപ്പാണ് ശരിക്ക് സ്വന്തം, അതായത് പഠിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഹദീസ് സഹീഹാണോ ദഈഫാണെന്ന് പരിശോധിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥ ഘട്ടം വേറെയുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ അല്ലാമ ബൈഖൂനിയുടെ ഗ്രന്ഥം വായിച്ച് പഠിച്ചതിൻ്റെ ഒരു ഉദ്ദേശം, പഠിക്കുന്നതിന് ഉദ്ദേശം എന്താണ്? അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹദീസ് ഏതാണ് സഹീഹ്, ഏതാണ് ദഈഫ് നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുക. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, എത്രയോ പിഴച്ച വിഭാഗക്കാരുള്ള, അതേപോലെ തന്നെ വ്യത്യസ്ത വിഭാഗങ്ങളുള്ള പലരും ശരിക്കും ദഈഫായ ഹദീസ് പ്രമാണമായി കൊണ്ടു നടക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വിഷയത്തിൽ പ്രബോധനം ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഇൽമുൽ ഹദീസിൻ്റെ അനിവാര്യത വളരെ നാം ഗൗരവത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നാം മുസൽസലായ ഒരു ഇനത്തെ സംബന്ധിച്ചാണ് പരിചയപ്പെടുത്തിയത്. എന്താണ് ഈ മുസൽസൽ എന്ന് പറഞ്ഞാൽ? അതായത് ഓരോ ഹദീസ് ഉദ്ധരിക്കുമ്പോഴും റാവിമാർ ഒരു പ്രത്യേക വിശേഷണം, സവിശേഷത അല്ലെങ്കിൽ ഒരു ഗുണം പറഞ്ഞുകൊണ്ട് ഹദീസ് ഉദ്ധരിക്കുക. അതിനൊരു വ്യക്തമായൊരു ഉദാഹരണമാണ് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അതായത് നമസ്കാര ശേഷം സുന്നത്തായ പ്രാർത്ഥനയാണ് യാ മുആദ് ഇന്നി ഉഹിബ്ബുക ഫില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രാർത്ഥന പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? മുആദെ വിളിച്ചുകൊണ്ട്, താങ്കളെ ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിൽ സ്നേഹിക്കുന്നു. ലാ തദഅന്ന ഫി ദുബുരി കുല്ലി സ്വലാ, നമസ്കാര ശേഷം താങ്കൾ മറക്കരുത്. എന്താണ്? അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അപ്പോൾ ഈ ഒരു ഹദീസ് എന്താണ് പഠിപ്പിക്കുന്നത്? അതായത് ഈ ഒരു പ്രാർത്ഥന ഓരോ നമസ്കാര ശേഷവും നാം മറക്കരുത്, അത് വിടാതെ പ്രാർത്ഥിക്കുക. ഇവിടെ ആ ഹദീസ് ദിക്ർ പഠിപ്പിച്ചപ്പോൾ, പ്രാർത്ഥന പഠിപ്പിച്ചപ്പോൾ എന്തു പറഞ്ഞു? ഇന്നി ഉഹിബ്ബുക ഫില്ലാ. അപ്പോൾ ഈ ഹദീസ് ഉദ്ധരിച്ച റാവിമാരൊക്കെ ഇന്നി ഉഹിബ്ബുക ഫില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ ശിഷ്യനും പറഞ്ഞു കൊടുക്കുന്നത്. ഈ ഒരു രൂപത്തിൽ എന്താ പറയുക? മുസൽസൽ എന്ന് പറയും. മുസൽസൽ മനസ്സിലായില്ല? കാരണം ഓരോ ശരിക്ക് പരമ്പര, ശരിക്ക് കണ്ണിയിലും ഓരോ ഇങ്ങനെയുള്ള ഗുണങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പ്രത്യേക വാക്കുകളോ അല്ലെങ്കിൽ പ്രവൃത്തിയോ പറഞ്ഞുകൊണ്ട് ശരിക്ക് അതിനാണ് അൽ മുസൽസലാത്ത്, അതിൻ്റെ ബഹുവചനമാണ് മുസൽസലാത്ത്. അതിനൊക്കെ പണ്ഡിതന്മാർ പല ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഈ ഹദീസ് നിദാന ശാസ്ത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൻ്റെ ഓരോ ഇനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പണ്ഡിതന്മാർ അനേകം ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അത്രക്കും ഈ വിഷയത്തിൽ പ്രാധാന്യത്തോടെ പണ്ഡിതന്മാർ കാണുന്നുണ്ട്. കാരണം എന്താണ്? ഹദീസ് നമ്മെ സംബന്ധിച്ചിടത്തോളം രണ്ടാം പ്രമാണമാണ്. രണ്ടാം പ്രമാണം. ഈ രണ്ടാം പ്രമാണം എന്തായിരിക്കണം? വളരെ ഭദ്രമായിരിക്കണം. നാം ചെയ്യുന്ന കർമ്മം സഹീഹായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. ഈ ഹദീസിൽ നിന്ന് നാം ഒരു വിഷയം കൂടി സൂചിപ്പിച്ചു. അതായത് ജമാഅത്തായ പ്രാർത്ഥന ബിദ്അത്താണെന്ന് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാര ശേഷം ജമാഅത്തായ കൂട്ടപ്രാർത്ഥന നടത്തിയിരുന്നുവെങ്കിൽ അവിടെ ഒരു സഹാബിയെ വിളിച്ചുകൊണ്ട് പറയേണ്ട ആവശ്യമില്ല. മറിച്ച് പ്രാർത്ഥന തന്നെ ബഹുവചന രൂപത്തിലാണ് വരേണ്ടത്. അല്ലാഹുമ്മ അഇന്നി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ നീ എന്നെ തുണയ്ക്കണമേ. അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. നമസ്കാര ശേഷം ആദ്യം ചൊല്ലേണ്ട പ്രാർത്ഥന എന്താണ്? അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ നാട്ടിലൊക്കെ കൂട്ടുപ്രാർത്ഥന ബിദ്അത്ത് നടത്താൻ വേണ്ടി ആൾക്കാർ പറയുന്നൊരു തന്ത്രം എന്താണ്? ജമാഅത്തായി നിർവഹിക്കുമ്പോൾ അതിന് ബറക്കത്തുള്ളൂ. അപ്പോൾ നബി എന്താ പഠിപ്പിക്കേണ്ടത്? നസ്തഗ്ഫിറുല്ലാഹ് 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 പഠിപ്പിക്കേണ്ടത്. അങ്ങനെയല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സുന്നത്ത് പാലിക്കുക എന്നതിനാണ് പ്രസക്തി.
അതിനാണ് കൂലി. അപ്പം അഫ്ദലു സലാത്തിൽ മർഇ ഫി ബൈതിഹി ഇല്ലൽ മക്തൂബ, ഒരു മനുഷ്യൻ്റെ ഏറ്റവും നല്ല നമസ്കാരം തൻ്റെ വീട്ടിൽ വെച്ചാണ് ഫർള് ഒഴികെ. അപ്പോൾ എന്താ അർത്ഥം? ഒരാൾ പറയാണ് ജമാഅത്തായിട്ട് നമസ്കരിക്കലാണ് കൂടുതൽ ബറക്കത്തും കൂടുതൽ കൂലി കിട്ടുന്നതും, അതുകൊണ്ട് ഞാൻ സുന്നത്തും പള്ളി വെച്ച് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ കൂലി കിട്ടും, പക്ഷേ അഫ്ദലിയത്ത് വിട്ടു. ഒരാൾക്ക് വീട്ടിൽ വെച്ച് നമസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. ചില ആൾക്കാർക്ക് അസൗകര്യമുണ്ടാവും, ജോലി സംബന്ധമായ പല കാരണങ്ങളാലും. സൗകര്യമുണ്ട്, അയാൾ വാശി പിടിക്കുകയാണ്, ഒരു പക്ഷേ അത് കുറ്റത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ സുന്നത്തിനെ ഒരിക്കലും അവഗണിക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കാണിച്ചത്? അതാണ് ശരിക്കും അഫ്ദൽ. അതുകൊണ്ടാണ് ഈ ഒരു വിഷയം നാം തട്ടിച്ചു നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ സ്ത്രീകളുടെ വിഷയത്തിൽ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകുന്നത് അനുവദനീയമാണ്. അത് ഒരിക്കലും ഹറാമല്ല. അത് നിഷിദ്ധമാണെന്ന് പറയുന്നത് എന്ത്? ശരിക്കും അബദ്ധമാണ്. കാരണം ലാ തംനഉ ഇമാ അല്ലാഹി മസാജിദ് അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ അടിമ സ്ത്രീകളെ പള്ളിയിൽ നിന്ന് തടുക്കരുത്, തടസ്സപ്പെടുത്തരുത്. പക്ഷേ വൽ യഖ്റുജ്ന വഹുന്ന തഫിലാത്ത്, സുഗന്ധം പൂശാതെ ആഡംബര വസ്തുക്കളൊന്നും ശരിക്ക് ധരിക്കാതെയാണ് അവർ പള്ളിയിലേക്ക് പോകേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പോകാം. പക്ഷേ അഫ്ദൽ എവിടെയാണ്? വ ബുയൂതുഹുന്ന ഖൈറുൽ ലഹുന്ന, അവരുടെ വീടുകളാണ് അവർക്ക് ഉത്തമം. അപ്പോൾ എങ്ങനെയാണ് വീട് ഉത്തമം എന്ന് പറയുമ്പോൾ എന്താണ്? ഏതുപോലെ ഇപ്പം പുരുഷന്മാർ വീട്ടിൽ വെച്ചാണ് സുന്നത്ത് നമസ്കരിക്കാൻ അഫ്ദൽ, പള്ളി വെച്ച് നമസ്കരിച്ചാലോ സ്വീകരിക്കപ്പെടും, കുറ്റകരമല്ല. അഫ്ദൽ എവിടെയാണ്? വീട്ടിൽ. അതേപോലെ സ്ത്രീകൾ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചാൽ അവർക്ക് നമസ്കാരം അത് നല്ല കാര്യം തന്നെയാണ്, പക്ഷേ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് അഫ്ദൽ. ഒരിക്കൽ ഒരു സഹാബി വനിത പറഞ്ഞു, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂൽ താങ്കളെ കൂടെ എനിക്ക് നമസ്കരിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു പറഞ്ഞു, നിൻ്റെ വീട്ടിൽ വെച്ച് നമസ്കരിക്കലാണ് എൻ്റെ ഈ പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതിനേക്കാളും അഫ്ദൽ എന്ന്. അപ്പോൾ സുന്നത്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? സുന്നത്തനുസരിച്ച് പ്രവർത്തിക്കലാണ് ഏറ്റവും അഫ്ദലായ രീതി. അത് നമ്മുടെ ബുദ്ധിക്കനുസരിച്ച് നാം ചിന്തിച്ചുണ്ടാക്കലല്ല എന്ന് നാം മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ച ഒരു ഹദീസിൻ്റെ ഇനമാണ് മുസൽസലായ ഹദീസ്. ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്, എല്ലാവരും ബൈഖൂനിയിലേക്ക് നീങ്ങുക. عزيز مروي اثنين أو ثلاثة مشهور مروي فوق ما ثلاثة. عزيز مروي اثنين أو ثلاثة مشهور مروي فوق ما ثلاثة. പേജ് നിങ്ങളുടെ കോപ്പിയിൽ എത്രയാണ്? 28. ബുക്കിൽ 28 അല്ലേ? ഓ PDF എല്ലായിടത്തും ബുക്ക് ഉണ്ടാവണമല്ലോ ശരിക്ക്. എത്രയാണ്? ഇതിൽ 38. അല്ലാമ ബൈഖൂനി റഹിമഹുല്ലാഹ് പറഞ്ഞു, അസീസു മർവി ഇസ്നൈനി ഔ സലാസ മഷ്ഹൂറു മർവി ഫൗഖ മാ സലാസ. അസീസ്, മഷ്ഹൂർ എന്നീ ഇനങ്ങളാണ്, സാങ്കേതിക പദങ്ങളാണെന്ന് നാം പഠിക്കുന്നത്. അസീസു മർവി ഇസ്നൈനി ഔ സലാസ, അസീസായ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? മർവി ഇസ്നൈനി ഔ സലാസ, 2 or 3 റാവിമാരുടെ റിവായത്തിൽ എന്ത് പറയും? അസീസ് എന്ന് പറയും. മഷ്ഹൂറു എന്ന സാങ്കേതിക പദം മർവി ഫൗഖ മാ സലാസ, അതായത് 3 കൂടിയാൽ എന്ത് പറയും? മഷ്ഹൂർ എന്ന് പറയും. അതിൻ്റെ ഉദ്ദേശം നാം മനസ്സിലാക്കും ഇൻഷാ അല്ലാഹ്. ഖുൽതു, ഷെയ്ഖ് ഹലബി പറഞ്ഞു, അലി ഹസൻ അൽ ഹലബിയുടെ വിശദീകരണമാണ് നാം പഠിക്കുന്നത്. തഅലീഖാത്തുൽ അസരിയ ഫി ഷർഹി അൽ മൻദൂമത്തുൽ ബൈഖൂനിയ, ബൈഖൂനിയയുടെ ഷർഹായ തഅലീഖാത്തുൽ അസരിയ, ഷെയ്ഖ് അൽബാനിയുടെ പ്രമുഖ ശിഷ്യന്മാരിൽപ്പെട്ട പണ്ഡിതനാണ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി റഹിമഹുല്ലാഹ്. അദ്ദേഹം പറയുകയാണ്, ഇസ്തദ്റക الشيخ عبد الستار على الناظم هذا أيضا فقال عزيز مروي اثنين يا بحاثة مشهور مروي عن الثلاثة. അതായത് ഷെയ്ഖ് അബ്ദുൽ സത്താർ നാം പറഞ്ഞു, അബ്ദുൽ സത്താർ അബൂ ഖുദ്ദ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഈ ബൈഖൂനിയിലുള്ള ചില കാര്യങ്ങളൊക്കെ തിരുത്തിക്കൊണ്ട് ഇസ്തിദ്റാക്ക് പറഞ്ഞിട്ടുണ്ട്.
എന്താ അദ്ദേഹം പറയുന്നത്? അസീസു മർവിസ് നൈനിയ ദഹാസ. അസീസ് എന്ന് പറഞ്ഞാൽ 2 റാവിമാരുള്ള ഇസ്നാദിനാണ് എന്ത് പറയുക? അസീസ് എന്ന് പറയുക. മഷ്ഹൂറു മർവിയുൻ അനിസ്സലാസ, 3 റാവിമാരുള്ള റിവായത്തിൽ എന്ത് പറയും? മഷ്ഹൂർ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെയൊക്കെ മാനദണ്ഡം? നാം പഠിക്കും ഇൻഷാ അല്ലാഹ്. അതായത് നമുക്കറിയാം ഓരോ സനദിലും ഓരോ തബക്കയുണ്ട്. തബക്ക എന്ന് പറയാൻ മനസ്സിലായോ? സഹാബികളുടെ ഒരു തബക്ക, ഒരു കാലഘട്ടം. അതിന് എന്താണ് തൊട്ടു ശേഷമാരാണ് താബിഈങ്ങൾ, പിന്നെ അത്ബാഉ താബിഈങ്ങൾ, മനസ്സിലായില്ലേ? പിന്നെ അത്ബാഉ താബിഈ ശേഷം വരുന്ന തബക്ക. അപ്പോൾ ഓരോ തബക്കയിലും 2ൽ കുറയാത്ത ഇപ്പോൾ 2 ആണ്, 2ൽ കുറയാത്ത റാവിമാരാണെങ്കിലോ അതിന് പറയും അസീസ് എന്ന് പറയും. അതേപോലെ 3ൽ കുറയാത്ത റാവിമാരുള്ള പരമ്പരയാണെങ്കിലോ മഷ്ഹൂർ എന്ന് പറയും. ഇനി 10ഉം 15ഒക്കെ ആണെങ്കിലോ മുതവാത്തിർ എന്ന് പറയും. ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ് ഭാവിയിൽ മുതവാത്തിർ. ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉണ്ട്, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിതബവ്വ മഖഅദഹു മിനന്നാർ. ഈ ഹദീസ് എന്താണ്? മുതവാത്തിറിൻ്റെ ഉദാഹരണമാണ്. കാരണം ഒരു കൂട്ടം സഹാബികളിൽ നിന്ന് ഒരു കൂട്ടം താബിഈങ്ങൾ, ഒരു കൂട്ടം അത്ബാഉ താബിഈങ്ങൾ, അങ്ങനെ നമ്മിലേക്ക് എത്തിപ്പെട്ട ഹദീസുകൾക്ക് എന്ത് പറയും? മുതവാത്തിർ എന്ന് പറയും. ഇനി 2, 2, 2 ഇടയ്ക്ക് 3ഒക്കെ ആവും, പക്ഷേ 2ൽ കുറയാത്തതാണെങ്കിൽ അസീസ് എന്ന് പറയും. എല്ലാത്തിനും 5 വിചാരിക്കുക, 1ൽ 2 ആണെങ്കിൽ അസീസാണ്. ശരി, 3, 3 ആണെങ്കിലോ 3ൽ കുറയാത്ത അല്ല മഷ്ഹൂർ. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് ഓരോ സാങ്കേതിക പദങ്ങളാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്താ നമുക്ക് പറയാൻ പറ്റുക? അതായത് ഈ പരമ്പരയുടെ എത്രമാത്രം ബലപ്പെട്ട പരമ്പരയാണ്, ഒറ്റപ്പെട്ടതാണെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു രീതിയാണിത്. അപ്പോൾ മുതവാത്തിർ ആകുമ്പോൾ ഏറ്റവും പ്രബലമായ ഹദീസ് ഏതാണ്? മുതവാത്തിറാണ്. അത് വളരെ കുറവാണ് കേട്ടോ മുതവാത്തിർ, മനസ്സിലായില്ലേ? അതിൽപ്പെട്ടതാണ് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫലിതബവ്വ മഖഅദഹു മിനന്നാർ. അതേപോലെ ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ 7 അഹ്റുഫ്, 7 വ്യത്യസ്ത രീതികളിലൂടെയാണ് ഖുർആൻ അവതീർണമായത് എന്ന ഹദീസും മുതവാത്തിറിൻ്റെ വേറൊരു ഉദാഹരണമാണ്. അപ്പോൾ ഖുർആൻ ഒറ്റ രീതിയല്ല ഇറങ്ങിയത്. ഇപ്പോൾ ക്രിസ്ത്യൻ മിഷണറിമാരൊക്കെ ശരിക്കും തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മേഖലയാണ്. അവർ വിചാരിച്ചെന്താ പറയുക, മുസ്ലിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല എന്ന്. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിൽ എത്രയോ പഠനങ്ങളും പ്രത്യേകിച്ച് അറബ് നാടുകളിൽ എത്രയോ റിസർച്ചുകളും പരമ്പരകൾ തന്നെ കൈമാറുന്നു. നമ്മുടെ കേരളക്കരയിൽ പരമ്പര സിസ്റ്റം ഏത് ഈ ഖുർആനിൻ്റെ ഇജാസിൻ്റെ വിഷയത്തിൽ, ഇസ്ലാമിൻ്റെ വിഷയത്തിൽ കുറവായിരുന്നു. ആയതുകൊണ്ട് സാധാരണക്കാർക്ക് പലർക്കും അറിയണമെന്നില്ല. പക്ഷേ നോർത്ത് ഇന്ത്യയിലും അതേപോലെ അറബ് രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഇജാസയുടെ പരമ്പര സിസ്റ്റം വളരെ പ്രസിദ്ധമാണ്. ഇപ്പം ഹഫ്സിൻ്റെ റിവായത്ത് നമ്മൾ ഖുർആൻ പിന്നെ ഹിഫ്ദ് പൂർത്തീകരിച്ചാൽ ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം ഷെയ്ഖ് സനദ് കൊടുക്കുന്നു വിദ്യാർത്ഥിക്ക്. ഈ സനദ് എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പര. അതേപോലെ 10 ഖിറാഅത്തുകളിൽ പരമ്പര കിട്ടിയവരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അതേപോലെ ഹദീസുകളിൽ പരമ്പരയുള്ള പണ്ഡിതന്മാരുണ്ട്, വിദ്യാർത്ഥികളുണ്ട്. ഇതൊക്കെയാണ് ശരിക്ക് പിന്നെ ഈ പരമ്പര രീതി ശരിക്കും നാം മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികൾക്കും മറ്റുള്ളവർക്കൊന്നും ശരിക്കും യാതൊരു പിടിവള്ളിയും ഈ വിഷയത്തിൽ ഇല്ല. ഇനി നമുക്ക് ഷർഹിലേക്ക് പോകാം. അൽ അസീസ് من فرد بروايته عن راويه راويان في جميع طبقات السند ولا يقل العدد عن ذلك. എന്താണ് അസീസ് എന്ന് പറഞ്ഞാൽ? മൻ ഫറദ ബിരിവായത്തിഹി അൻ റാവിഹി റാവിയാനി, അതായത് റിവായത്ത് ഉദ്ധരിക്കുന്ന വിഷയത്തിൽ 2 റാവിമാർ ഫി ജമീഇ തബഖാത്തി സനദ്, സനദിൻ്റെ എല്ലാ തബക്കകളിലും 2 റാവിമാരുണ്ട്. വലാ യഖില്ലുൽ അദദു, എണ്ണം കുറയാൻ പാടില്ല അൻ ദാലിക, അതിൽ നിന്ന്. അപ്പോൾ 2ൽ കുറയാത്ത രൂപത്തിൽ സനദിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും 2 റാവിമാരിൽ കുറയാത്ത സനദാണെങ്കിൽ റിവായത്താണെങ്കിൽ എന്ത് പറയും? അസീസ് എന്ന് പറയും. അസീസ്. ഇതിൻ്റെ ഫുട് നോട്ട് നോക്കൂ നിങ്ങൾ. ഉൻദുർ അത്തദ്രീബ്. എന്താ തദ്രീബ് എന്ന് പറഞ്ഞാൽ? ഇമാം സുയൂത്തിയുടെ തദ്രീബുർ റാവി, ഷർഹു തഖ്രീബിൻ നവാവി, ഇമാം നവവിയുടെ തഖ്രീബിൻ്റെ ഷർഹ്. ഇതിങ്ങനെ നമ്മൾ കേട്ട് ഇങ്ങനെ ശീലിക്കണം. എങ്കിലാണ് കിതാബുകൾ പറയുമ്പോൾ പെട്ടെന്ന് അത്ഭുതപ്പെടരുത്. കിതാബുമായി ഒരു ബന്ധമുണ്ടാക്കുക എന്നും കൂടി ഇതിൻ്റെയൊക്കെ ഉദ്ദേശമുണ്ട്. അപ്പോൾ എന്താണ്, നമ്മളിത് കഴിയുമ്പം പിന്നെ
അതിന് ശേഷമുള്ള എന്താ പറയുക, നമ്മൾ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ, പിന്നെ കിതാബിലേക്ക് എത്തുമ്പോൾ നമുക്ക് എളുപ്പമായി തീരണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ കിതാബുകളൊക്കെ നാം മനസ്സിലാക്കിയിരിക്കണം. അതേപോലെ ഉലൂമുൽ ഹദീസ് ഇമാം ഇബ്നു സലാഹിൻ്റെ കിതാബാണ്. ഉലൂമുൽ ഹദീസ് ഈ ഇബ്നു സലാഹിൻ്റെ കിതാബാണ് പിന്നീട് പണ്ഡിതന്മാരൊക്കെ അവലംബിച്ചത്. ഇപ്പോൾ ഇബ്നു ഹജർ അസ്ഖലാനിയും സുയൂത്തിയും ഒക്കെ ശരിക്ക് ഇബ്നു സലാഹിൻ്റെ കിതാബായിരുന്നു പ്രധാനപ്പെട്ട ഒരു റഫറൻസ്. ഹിജ്റ 643 മരണപ്പെട്ടു. ശരി, അപ്പോൾ ഫുട് നോട്ട് നമുക്ക് പ്രധാനമാണെന്ന് ഉദ്ദേശം മനസ്സിലായില്ലേ? അതായത് ഫുട് നോട്ട് അത് നമുക്ക് പ്രധാനപ്പെട്ടതല്ല, ഇത് മാത്രം ടെക്സ്റ്റ് മാത്രം നോക്കിയാൽ മതി, അങ്ങനെയല്ല, എല്ലാം പ്രധാനമാണ്. ശരി, എന്താണ് ഉദാഹരണം? നമുക്കിപ്പം അതിൻ്റെ തിയറി പഠിച്ചു അല്ലേ? അതായത് ഓരോ തബക്കയിലും 2ൽ കുറയാത്ത റാവിമാരുള്ള റിവായത്ത് എന്ത് പറയും? അസീസ് എന്ന് പറയും. ഈ അസീസ് എന്ന വാക്കിന് പല അർത്ഥമുണ്ട് കേട്ടോ. ഇപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല അൽ അസീസാണ്, പ്രതാപശാലിയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇസ്സത്തുള്ളവനാണ്, മനസ്സിലായില്ലേ? അതേപോലെ അസീസിൻ്റെ ഒരു അർത്ഥമുണ്ട്, എന്ത്? റേർ എന്നർത്ഥമുണ്ട്, അപൂർവമായ. അപ്പോൾ ഇങ്ങനെയുള്ള ശരിക്ക് സനദ് അപൂർവമാണ്. ഹാദാ ഷൈഉൻ അസീസ്, എന്താ പറയുക? അസ്സ യഇസ്സു ഖല്ല വനദറ എന്ന് പറഞ്ഞാൽ അത് റേറാണ്, കുറവാണെന്ന്, അങ്ങനെ ഒരു അർത്ഥം കേട്ടോ അസീസിന്, മനസ്സിലായില്ലേ? മിസാലുഹു, അതിൻ്റെ ഉദാഹരണം എന്താണ്? മാ ദക്കറഹുൽ ഹാഫിദ് ഇബ്നു ഹജറിൻ ഫി നുസ്ഹത്തിൻ നദർ. ബൈഖൂനിയ കഴിഞ്ഞാൽ നാം പഠിക്കേണ്ട ഗ്രന്ഥമാണ് ഇപ്പോൾ ഷെയ്ഖ് ഇവിടെ പറഞ്ഞത്. എന്താണത്? നുസ്ഹത്തുൻ നദർ. അത് ഷർഹാണ്. ഇമാം ഇബ്നു ഹജറിൻ്റെ നുഖ്ബത്തുൽ ഫിക്കറിനുള്ള ഷർഹാണ് ഏത്? നുസ്ഹത്തു അൻ-നദർ ഫി ഷർഹി നുഖ്ബത്തി അൽ ഫിക്കർ. അപ്പോൾ നുഖ്ബത്തുൽ ഫിക്കർ എന്നത് ശരിക്ക് ഒരു കൃതിയാണ്, അതിനുള്ള ഷർഹാണ് നുസ്ഹത്തുൻ നദർ. നുസ്ഹത്തുൻ നദർ നിങ്ങൾ വായിച്ച് പഠിച്ച് മനസ്സിലാക്കിയോ? ഇൽമുൽ ഹദീസിൽ നിങ്ങൾക്ക് നല്ലൊരു അടിത്തറ ഉണ്ട് നമുക്ക് പറയാം, മനസ്സിലായില്ലേ? ബൈഖൂനിയെ പഠിച്ചത് കൊണ്ട് ഞാൻ ഇൽമുൽ ഹദീസ് പഠിച്ചെന്ന് പറയാൻ പറ്റൂല. ഇൽമുൽ ഹദീസിൻ്റെ ABCD മനസ്സിലാക്കി എന്ന് പറയാം. പക്ഷേ ഇൽമുൽ ഹദീസ് അത്യാവശ്യം എനിക്ക് ഇനിയിപ്പോൾ അൽബാനിയുടെ കിതാബൊക്കെ മനസ്സിലാക്കാൻ പറ്റും എന്ന് പറയണമെങ്കിൽ എന്ത് വേണം? നുസ്ഹ വായിക്കണം. അതായത് 2ാം ഘട്ടം, അതിലേക്കുള്ള ഒരു ചൂടുവെപ്പാണിത്. അപ്പോൾ നുസ്ഹ വായിച്ച് തീർന്നാൽ തീർച്ചയായിട്ടും നമുക്ക് ഹദീസിൻ്റെ നിദാനശാസ്ത്ര കിതാബുകളും അതേപോലെ പണ്ഡിതന്മാരുടെ ഇബാറത്തുകളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഫത്ഹുൽ ബാരി എന്ന് പറയുന്ന സഹീഹുൽ ബുഖാരിയുടെ ഏറ്റവും വിഖ്യാതമായ ഏറ്റവും പ്രസിദ്ധമായ ഷർഹാണ്. അത് ഒരു നമ്മുടെ ഇസ്ലാമിക ശരിക്ക് ഗ്രന്ഥങ്ങളിൽ വിസ്മയമാണ് ഫത്ഹുൽ ബാരി. ഇമാം ഷൗക്കാനി പറഞ്ഞല്ലോ, ലാ ഹിജ്റത ബഅദൽ ഫത്ഹ്, ഫത്ഹിന് ശേഷം ഇനി ഹിജ്റ പോകേണ്ടതില്ല എന്ന്. അവിടെ ഉദ്ദേശിക്കുന്ന ഹദീസിൻ്റെ അർത്ഥം എന്താണ്? മക്ക വിജയത്തിന് ശേഷം ഇനി ഹിജ്റ ഇല്ല എന്ന്. കാരണം മക്ക എന്തായി മാറി? ഇസ്ലാമിക രാഷ്ട്രമായി മാറി. ഇമാം ഷൗക്കാനി വേറൊരു അർത്ഥം ഉദ്ദേശിക്കുന്നു, അതായത് ഫത്ഹുൽ ബാരിക്ക് ശേഷം പിന്നെ ഇനി ഹിജ്റ പോകേണ്ടതില്ല എന്ന്. കാരണം എല്ലാ ഇൽമും അതിലുണ്ട് എന്ന്. അത്രക്കും ഇൽമുള്ള ഗ്രന്ഥമാണ് ഫത്ഹുൽ ബാരി. ഷെയ്ഖ് ഇബ്നു ബാസൊക്കെ എങ്ങനെയാണ് ശരിക്കും വലിയ വലിയ പണ്ഡിതനായത്? അത് ഒരു കാരണം ഫത്ഹുൽ ബാരിയാണ്. കാരണം ഫത്ഹുൽ ബാരി പല പിന്നെ എത്രയോ ദീർഘകാലം ദർസ് നടത്തിയ മഹാപണ്ഡിതനാണ് ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി. എന്താണ് അതിനുള്ള ഉദാഹരണം? മാ ദക്കറഹുൽ ഹാഫിദ് ഇബ്നു ഹജറിൻ ഫി നുസ്ഹത്തിൻ നദർ ബിതഹ്ഖീഖി. ഷെയ്ഖ് അലി അൽ ഹലബി വെരിഫൈ ചെയ്ത, തഹ്ഖീഖ് ചെയ്ത ഒരു പതിപ്പുണ്ട്, നല്ല പതിപ്പാണ്. നമുക്ക് ദർസിൽ പിന്നെ ഉസ്താദുമാരിൽ നിന്ന് പഠിച്ച പിന്നെ പതിപ്പ് ഷെയ്ഖ് അലി ഹസൻ അൽ ഹലബി തഹ്ഖീഖ് ചെയ്ത ഇബ്നു ഹജർ നുസ്ഹൻ്റെ കോപ്പിയുണ്ട്. വളരെ ശരിക്കും നല്ല തഹ്ഖീഖാണത്. ഫിൽ ഹദീസ് ലദി റവാഹു ഷെയ്ഖാൻ. ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 2 ഷെയ്ഖ് മനസ്സിലായി. ആരാണ് 2 ഷെയ്ഖുമാർ? അതെ, ഹദീസ് പണ്ഡിതന്മാർ. ശ്രദ്ധിക്കണം, ഹദീസ് പണ്ഡിതന്മാർക്ക് അവരുടേതായ എന്തുണ്ട്? ശരിക്കും ടേംസ് ഉണ്ട്, ചില സാങ്കേതിക പ്രയോഗങ്ങളുണ്ട്. അവയിൽപ്പെട്ടതാണ് ഷെയ്ഖാൻ. ഹദീസ് പണ്ഡിതന്മാർ ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ബുഖാരി മുസ്ലിം. അതേപോലെ തന്നെ ചരിത്ര പണ്ഡിതന്മാർ പറയാണ് ഷെയ്ഖാൻ എന്ന് പറഞ്ഞാൽ അർത്ഥം അബൂബക്കറും ഉമറും. മനസ്സിലായില്ലേ? ഇപ്പോൾ ഷെയ്ഖാനിക്ക് പല അർത്ഥങ്ങളുണ്ട്. അതിലൊന്നാണ് അബൂബക്കർ ഉമർ റളിയല്ലാഹു അൻഹുമ. അതേപോലെ ഇമാം ബുഖാരി മുസ്ലിം. ഇവിടെ ശരിക്കും ഹദീസ് നിദാന ശാസ്ത്രമാണല്ലോ. ഷെയ്ഖാനി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ബുഖാരിയും മുസ്ലിമും. ഫിൽ ഹദീസ് അല്ലദീ റവാഹു ഷെയ്ഖാനി. ഇപ്പോൾ ദ്വിവചനം, ഈ ദ്വിവചനത്തിൻ്റെ അവസാനം എന്തായിരിക്കും? അറബി ഭാഷാ പ്രകാരം നൂനിൻ്റെ അവസാനം കസ്റായിരിക്കും, ശരിയല്ലേ? ഇനി ബഹുവചനമാണെങ്കിലോ ഇപ്പം മുസ്ലിമൂന, അവിടെ എന്തായിരിക്കും? അവസാനം ഫത്ഹായിരിക്കും.
ഫിൽ ഹദീസ് الذي رواه الشيخان من حديث أنس, അതായത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തു. വൽ ബുഖാരി മിൻ ഹദീസ് അബി ഹുറൈറത, ഇതേ ഹദീസ് തന്നെ ഇമാം ബുഖാരി അബൂ ഹുറൈറയിൽ നിന്ന് ഉദ്ധരിച്ചു. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിലാരും വിശ്വസിക്കില്ല, വിശ്വാസിയാകുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വലദിഹി വന്നാസി അജ്മഈൻ, അതായത് തൻ്റെ പിതാവിനേക്കാൾ, സന്താനത്തേക്കാൾ, ജനങ്ങളെക്കാൾ എന്നെ കൂടുതലായി ഇഷ്ടപ്പെടുന്നത് വരെ നിങ്ങളെല്ലാവരും വിശ്വസിക്കുകയില്ല, യഥാർത്ഥ വിശ്വാസിയാകുകയില്ല എന്നർത്ഥം. ഇത് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്തതാണ്. ഇത് അസീസായ ഹദീസിനുള്ള ഉദാഹരണമാണ്. അതെങ്ങനെയാണ് നോക്കൂ നിങ്ങൾ. ഷെയ്ഖ് പറയുന്നു ഫറവാഹു അൻ അനസിൻ, ഈ ഹദീസ് നബിയിൽ നിന്ന് ഉദ്ധരിച്ചതാരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ആണ്. അനസിൻ്റെ കൂടെ ആരുണ്ട്? അബൂ ഹുറൈറ. അപ്പം രണ്ടായി. ഇനി അനസ് റളിയല്ലാഹു അൻഹു നോക്കൂ നിങ്ങൾ, ആരൊക്കെ ഉദ്ധരിച്ചു? ഖതാദതു വ അബ്ദുൽ അസീസ്. ഇമാം ഖതാദ താബിഈ പണ്ഡിതനാണ്. അതേപോലെ അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ്, അബ്ദുൽ അസീസ് ഇബ്നു സുഹൈബ് എന്ന റാവിയുണ്ട്, അൽ ബുനാനി, അദ്ദേഹം താബിഈ പണ്ഡിതനാണ്. അപ്പോൾ രണ്ട് പേര് ആരിൽ നിന്ന് ഉദ്ധരിച്ചു? അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന്. വറവാഹു അൻ ഖതാദത, ഇമാം ഖതാദയിൽ നിന്ന് ആരുദ്ധരിച്ചു? ശുഅബതു വ സഈദ്. ഈ ശരിക്ക് അതെ, അപ്പോൾ എന്താണ്, ഓരോ തബക്കയിൽ രണ്ട് പേര് മതി, മനസ്സിലായില്ലേ? രണ്ട് പേര് മതി. ഇപ്പോൾ രണ്ട് പേരായാൽ എന്തായി? അത് അസീസായി മാറി. ഇവിടെ ശരിക്ക് ഹദീസ് പണ്ഡിതന്മാർ ശുഅബ എന്ന് പറഞ്ഞാൽ മതി. ഹദീസ് നിദാന ശാസ്ത്രം പഠിച്ച ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും, മനസ്സിലായില്ലേ? പിന്നെ വാപ്പാൻ്റെയും വല്യപ്പാൻ്റെയും പേരൊന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അത് ശരിക്ക് ഒന്ന് ശീലാകാണ്ട്. ശുഅബ എന്ന് പറഞ്ഞാൽ ശുഅബത്ത് ബിനുൽ ഹജ്ജാജ്. അതേപോലെ സഈദ് എന്ന് പറഞ്ഞാൽ സഈദ് ബിനു അബി അറൂബ. ഇവരൊക്കെ ഹദീസിൻ്റെ വലിയ വലിയ ഇമാമിങ്ങളാണ്. വറവാഹു അൻ അബ്ദുൽ അസീസ്. അപ്പം ഖതാദയിൽ നിന്ന് രണ്ടുപേരും, അതേപോലെ തന്നെ അബ്ദുൽ അസീസിൽ നിന്നും രണ്ട് പേര്. അതൊക്കെയാണ് വറവാഹു അൻ അബ്ദുൽ അസീസി ഇസ്മാഈൽ ഇബ്നു ഉലയ്യ വ അബ്ദുൽ വാരിസ്, അതായത് അബ്ദുൽ വാരിസ് ഇബ്നു സഈദ്. വറവാഹു അൻ കുല്ലിൻ ജമാഅ, പിന്നെ ഓരോരുത്തരിൽ നിന്നും ഒരു വിഭാഗം തന്നെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇവിടെ ഓരോ തബക്കയിലും രണ്ട് റാവിമാരിൽ കുറയാതെ ആ പരമ്പര ഇങ്ങനെ കണ്ടിന്യൂ ആകുകയാണ്. അപ്പോൾ എന്താ ഇതിന് പറയുക? അസീസ് എന്ന് പറയും. അസീസായ, ഇത് വളരെ പ്രസിദ്ധമായ ഒരു ഉദാഹരണമാണ്. ഹദീസ് നിദാന ശാസ്ത്ര പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെന്ത് പറയാൻ പറ്റില്ല. ഇനി ഒറ്റ റാവി, ഒരു നാം പഠിക്കും ഇൻഷാ അല്ലാഹ്, ഒരു റാവി മാത്രമുള്ള പരമ്പരയാണെങ്കിലോ, ഇപ്പോൾ എല്ലാ പരമ്പരയുടെ തബക്കയിലും 3-4 ഉണ്ട്. ഒരു തബക്കയിൽ എത്തിയപ്പോൾ ഒറ്റ റാവി മാത്രമേ ഉള്ളൂ. എന്താ പറയുക? അതിന് ഗരീബ് എന്ന് പറയും. ഗരീബ്. ഈ മഷ്ഹൂറും അസീസും ഗരീബും ഒക്കെ ആഹാദാണ്, മനസ്സിലായില്ലേ? ആഹാദ് എന്ന് പറഞ്ഞാൽ മുതവാത്തിർ അല്ലാത്ത പരമ്പരകൾക്ക് എന്ത് പറയും? ആഹാദ് എന്ന് പറയും. ഇനി നോക്കൂ നിങ്ങൾ, അൽ മഷ്ഹൂർ. അൽ മഷ്ഹൂർ എന്താണ്? മഷ്ഹൂർ എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈഖൂനി പറയുന്നത് മഷ്ഹൂറു മർവി ഫൗഖ മാ സലാസ. അപ്പോൾ അതിനെ തിരുത്തിക്കൊണ്ട് ഷെയ്ഖ് അബ്സ്തർ പറഞ്ഞു മഷ്ഹൂറു മർവിയുൻ അനി സലാസ. അപ്പോൾ 3 റാവിമാരിൽ കുറയാത്ത പരമ്പരയുള്ള റിവായത്തിൽ എന്ത് പറയും? മഷ്ഹൂർ എന്ന് പറയും. അൽ മഷ്ഹൂർ എന്താ? ഫുട് നോട്ടിൽ ഉൻദുർ ഹാഷിയത്ത് അൽ ഉജുഹൂരി, ഉജുഹൂരിയുടെ ഹാഷിയത്ത് നോക്കാൻ എന്താ അർത്ഥം? ഞാൻ പലവട്ടം ആവർത്തിച്ചതാണ്. എന്താ ഉജുഹൂരിയുടെ ഹാഷിയത്ത് പറഞ്ഞാൽ? അതെ, എന്തിൻ്റെ ഹാഷിയത്ത്? എന്താ ഈ ഹാഷിയ എന്ന് പറഞ്ഞാൽ? വിശദീകരണം. അതായത് നാം പഠിച്ചു, മുമ്പൊക്കെ പറഞ്ഞതാണ്, ഈ ഗ്യാപ്പ് വരുമ്പം ചില കാര്യങ്ങളൊക്കെ മറന്നുപോകും. അതായത് ഇതിനെന്താ പറയുക? ബൈഖൂനിയ എന്നത് ശരിക്ക് അത് ഷർഹാണോ മത്തിനാണോ? മത്തിനാണ്. ഇത് മത്തിനാണ്, അതതിൻ്റെ മൂലഗ്രന്ഥം, അതിൻ്റെ ശരിക്ക് അതെ, അതായത് അതിൻ്റെ ശരിക്ക് സംക്ഷിപ്താണത്. അതിനുള്ള ഷർഹാണ് എന്ത് പറയുക? ഷർഹ് എന്ന് പറയും. ഷർഹിനുള്ള ചില കമൻറ്റുകൾ പണ്ഡിതന്മാർ എഴുതുമ്പം അതെന്ത് പറയും? ഹാഷിയ എന്ന് പറയും. അപ്പോൾ ഇവിടെ ഹാഷിയത്തുൽ ഉജുഹൂർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾ പെട്ടെന്ന് മനസ്സിലാക്കണം. ഒരു ഷർഹിനുള്ള ഹാഷിയത്താണ്, വിശദീകരണമാണത്. അപ്പോൾ ഷെയ്ഖ് സുർഖാനിയുടെ ബൈഖൂനിയുടെ ഷർഹുണ്ട്, ഷർഹു സുർഖാനി. ഷർഹു സുർഖാനിക്കുള്ള ഹാഷിയത്താണ് ഹാഷിയത്തുൽ ഉജുഹൂർ. ഇതൊക്കെ ഞാൻ പറയുന്നത് വെച്ചാൽ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
അറിഞ്ഞിരിക്കണം, ഘട്ടം ഘട്ടമായിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ എന്താണ്, നമുക്ക് ഇങ്ങനെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പിന്നെ റെഫറൻസ് ആയിട്ട്, അപ്പോൾ എന്താ ഇതിന് മെച്ചം? നിങ്ങൾ നോക്കൂ, നിങ്ങൾ ഓരോ വിഷയവും ഇസ്ലാമിക ശാസ്ത്രത്തിൽ കർമ്മശാസ്ത്രം, അതേപോലെ തന്നെ തജ്വീദ്, തഫ്സീർ, ഇങ്ങനെ ഓരോ ശാസ്ത്രവും ഇങ്ങനെ ശാസ്ത്രീയമായിട്ട് പണ്ഡിതന്മാർ ഗ്രന്ഥങ്ങളിൽ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗ്രന്ഥങ്ങളുമായിട്ട് നല്ല ബന്ധം, പിന്നെ എന്ത് നമ്മൾ ചോദിക്കപ്പെട്ടാൽ നമുക്ക് ധൈര്യപൂർവ്വം അതിൻ്റെ ശരിക്ക് കൃത്യമായ റെഫറൻസുകളിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പഠിക്കാനും സ്വന്തം ഗവേഷണം നടത്താനും പറ്റും. അപ്പോൾ ഹാഷിയത്തുൽ ഉജൂൽ എന്ന് പറയുന്നത് ഷെയ്ഖ് അല്ലാമ സുർഖാനിയുടെ ഷർഹിനുള്ള ഹാഷിയത്താണ് ശരിക്ക് ഹാഷിയത്തുൽ ഉജൂരി. തെദ്രീബ് എന്താ അർത്ഥം? തെദ്രീബുർ റാവി. ഇതൊക്കെ എന്തിനു ഷെയ്ഖ് കൊടുക്കുന്നത്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ. ശരി, ഇനി മഷ്ഹൂർ എന്താണ്? മാ റവാഹു, ശ്രദ്ധിക്കണം, മാ റവാഹു സലാസത്തു റുവാത്തിൻ, 3 റാവിമാർ ഉദ്ധരിച്ച റിവായത്തിന് എന്ത് പറയും? മഷ്ഹൂർ എന്ന് പറയും. ഫ അക്സറു ഫി കുല്ലി തബഖാത്തി സനദ്, സനദിൻ്റെ എല്ലാ തബക്കയിലും 3 റാവിമാരോ അല്ലെങ്കിൽ കൂടുതലോ ഉദ്ധരിച്ച റിവായത്ത്. മാലം യബ്ലു ഹദ്ദ തവാത്തുർ, മുതവാത്തിറിൻ്റെ ആ ഒരു പരിധിയിലേക്ക് എത്തിപ്പെടാത്തോടത്തോളം. മുതവാത്തിറായി കഴിഞ്ഞാൽ എന്ത് പറയുക? മഷ്ഹൂർ എന്ന് പറയില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബഅത്തി അഹ്റുഫ്, അതേ സംബന്ധിച്ച് മഷ്ഹൂർ എന്ന് പറയില്ല. എന്താ പറയുക? മുതവാത്തിർ എന്ന് പറയാം. ഖുർആൻ നമ്മിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടത്? മുതവാത്തിറായിട്ടാണ്. മനസ്സിലായില്ലേ? അത് കാര്യം മനസ്സിലാക്കാൻ വേണ്ടി, ഇപ്പോൾ ഇസ്ലാമിനെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുള്ളൂ. ഖുർആൻ നമ്മിലേക്ക് എത്തിപ്പെട്ടത് മുതവാത്തിറായ പരമ്പരകളിലൂടെയാണ്. ഒരു കൂട്ടം സഹാബികളിൽ നിന്ന് ഒരു കൂട്ടം താബിഈങ്ങൾ, ഒരു കൂട്ടം അത്ബാഅ താബിഈങ്ങൾ, എല്ലാ തബക്കയിലും. മനസ്സിലായില്ലേ? അതുകൊണ്ട് തവാത്തുർ എന്നത് ശരിക്ക് ഖുർആനിക പാരായണം സ്വീകരിക്കപ്പെടണമെങ്കിൽ ഒന്നാമത്തെ നിബന്ധന എന്താണ്? മുതവാത്തിറായിരിക്കണം എന്നാണ്. അപ്പോൾ അതുകൊണ്ട് മുതവാത്തിറല്ലാത്ത റിവായത്തുകൾ ഉണ്ടെങ്കിൽ അത് നാം പരിശോധിക്കും. സഹീഹായ പരമ്പരയാണോ നാം അതിനെ ഉപയോഗപ്പെടുത്താം. ഏതിൻ്റെ വിഷയത്തിൽ? തഫ്സീറിൻ്റെ വിഷയത്തിൽ, കർമ്മശാസ്ത്രത്തിൻ്റെ വിഷയത്തിൽ ഉപയോഗപ്പെടുത്താം. പക്ഷേ ഖുർആനായിട്ട് പാരായണം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സുബ്ഹാനല്ലാഹ്, ചില അഖ്ലാനികൾ എന്ത് ചെയ്തു? ഈ കാര്യം ഇവിടെ പഠിക്കണ്ടേ? ഇത് അറിയാതെ അവരെന്ത് പറഞ്ഞു? സഹീഹുൽ ബുഖാരിയിൽ ദുർബലമായ ഹദീസ് ഉണ്ട് എന്ന്. അപ്പോൾ എന്താണത്? വമാ ഖലഖൽ ദക്കറ വൽ ഉൻസ എന്ന സൂറത്തുൽ ലൈൽ ആയത്താണ്. അതിന് പകരം ഒരു ഹദീസിലുണ്ട് വദ്ദക്കരി വൽ ഉൻസ. അപ്പോൾ എന്താണ്? ഖുർആനിനെതിരായ ഒരു ഹദീസ് എവിടെയുണ്ട്? സഹീഹുൽ ബുഖാരിയിലുണ്ട് എന്ന്. യഥാർത്ഥത്തിൽ അങ്ങനെയല്ല വിഷയം. ഫത്ഹുൽ ബാരിയിലേക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ചില ആയത്തുകളൊക്കെ ഉണ്ടായിരുന്നു. ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തു? നസ്ഖ് ചെയ്തു. അതിനാണ് നസ്ഖ് എന്നൊരു പ്രയോഗം, ഒരു വിഷയം ഇസ്ലാമിലുണ്ട്. മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹ നഅതി ബിഖൈരിൻ മിൻഹ ഔ മിസ്ലിഹ, സൂറത്ത് ബഖറയിലെ ആയത്താണ്. ഏതൊരു ആയത്തിൽ നാം എടുത്തു കളഞ്ഞാലും അതിന് തുല്യമായതോ അതിനേക്കാൾ നല്ലതോ ആയ ആയത്ത് പകരമായി നാം കൊണ്ടുവരും. ഖുർആനിലുള്ള ആയത്താണിത്. അങ്ങനെ പല ആയത്തുകളും അള്ളാഹു നസ്ഖ് ചെയ്തിട്ടുണ്ട്. ചിലതിന് എന്താണ് പകരമായി അള്ളാഹു കൊണ്ടുവന്നിട്ടുമുണ്ട്. ഇതൊക്കെ സഹാബികൾ ഓരോ ഘട്ടത്തിലും കൃത്യമായി രേഖപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കുത്താബുൽ വഹി എന്ന സഹാബികളുണ്ട്. എന്നത് കുത്താബുൽ വഹി രേഖപ്പെടുത്തുന്ന സഹാബിമാർ. അവരിൽ ശരിക്ക് 4 ഖലീഫന്മാർ, അതേപോലെ തന്നെ മുആവിയ റളിയല്ലാഹു അൻഹു. ഇപ്പോൾ പല ഷിയാക്കളും മുആവിയ റളിയല്ലാഹു അൻഹുവിനെ ആക്ഷേപിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി രേഖപ്പെടുത്തുവാൻ വേണ്ടി ഏൽപ്പിച്ച ഒരു സഹാബിയാണ് ആര്? മുആവിയ. അതിനർത്ഥം എന്താണ്? വഹീൻ്റെ അടിസ്ഥാനത്തിൽ ഈ സഹാബി വിശ്വാസയോഗ്യനാണെന്ന് നബിക്ക് വിവരം കിട്ടി. അതിനടിസ്ഥാനത്തിലാണ് വഹി രേഖപ്പെടുത്താൻ ഏൽപ്പിച്ചത്. മുആവിയ റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു സാബിത്ത്, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അതിൽ അവസാനത്തെ അർദയിൽ സാക്ഷികളായ 2 സഹാബികളാണ് ആര്? ഈ സയ്യിദും അതേപോലെ തന്നെ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബിമാർ. അപ്പോൾ ഖുർആൻ എന്താണ്? മുതവാത്തിറായ പരമ്പരകളിലൂടെ നമ്മിലേക്ക് എത്തിപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഖുർആനിൻ്റെ പരമ്പര നാം പരിശോധിക്കാൻ വേണ്ടി പ്രത്യേകിച്ച് നാം മെനക്കെടേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? അതെന്താണ്? മുതവാത്തിറാണ്. ഹദീസിൻ്റെ പരമ്പരകൾ അങ്ങനെയല്ല. ഇപ്പോൾ എത്രയോ ദുർബലമായ ഇഖ്റഉ അലാ മൗതാക്കും യാസീൻ, നിങ്ങൾ ശരിക്ക്
മരണമാസന്നമായവർക്ക് യാസീൻ ഓതണമെന്ന് ഹദീസുണ്ട്. ആ ഹദീസ് എന്താണ്? ദുർബലമാണ് എന്ന് ആര് പറഞ്ഞു? ഇമാം നവവി പറഞ്ഞു. അത് വഈഫാണെന്ന് ശരിക്ക് അദ്കാറിൽ പറഞ്ഞിട്ടുണ്ട്, ഖുലാസയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഹദീസ് കൊണ്ട് ഒരു അമൽ സ്ഥിരപ്പെടുത്താൻ സാധിക്കുകയില്ല. മാത്രമല്ല, ഇനി സലഫുകളിലേക്ക് പോകാം. നമ്മെ സംബന്ധിച്ചിടത്തോളം ഹദീസ് സഹീഹാണ് വഈഫാണെന്ന് മാത്രമല്ല വിഷയം, അതനുസരിച്ച് പൂർവികരായ സഹാബിമാരും താബിഈങ്ങളൊക്കെ പ്രവർത്തിച്ചോ എന്നൊരു വിഷയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലെയുള്ള പ്രമുഖന്മാരായ സഹാബിമാർ വഫാത്തായി. ഏത് സഹാബിയാണ് യാസീൻ ഓതിയത്? ചരിത്രത്തിൽ ഒരു രേഖയുമില്ല. കാരണം ചരിത്രം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ സീറ എന്ന് പറഞ്ഞാൽ സഹാബിമാരുടെ സീറ ഇത്രയും ഭദ്രമായി പണ്ഡിതന്മാർ ഓരോ നിമിഷവും ഓരോ വിഷയവും സൂക്ഷ്മമായി റിവായത്ത് ചെയ്തൊരു വിഷയമാണ് ചരിത്രം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ നോക്കൂ നിങ്ങൾ, ഇമാം ഇബ്നു ഹിഷാമിൻ്റെ സീറ, അതേപോലെ തന്നെ ഇബ്നു കസീറിൻ്റെ അൽ ബിദായത്തു വൻ നിഹായ, അതേപോലെ തന്നെ എത്രയോ ചരിത്ര കിതാബുകൾ, പിന്നെ സഹാബിമാരുടെ ചരിത്രം, സിയറു അലാമിൻ നുബല, ഇബ്നു ഹജറിൻ്റെ അൽ ഇസാബ. ഇവിടെ ഏതെങ്കിലും ഒരു കിതാബിൽ ഒരു ഉദ്ധരണിയുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പേരിൽ ഈ സഹാബി യാസീൻ ഓതി, അല്ലെങ്കിൽ ഈ സഹാബി മരണപ്പെട്ടതിന് ശേഷം എന്താണ് ഈ ഒരു താബിഈ പണ്ഡിതൻ യാസീൻ ഓതി? ഇല്ല. അപ്പോൾ എന്താ, അങ്ങനെ ഒരു ദീൻ അവർ മനസ്സിലാക്കിയിട്ടില്ല. അതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അവർക്ക് ദീനായിട്ട് മനസ്സിലാക്കാത്തത് നമുക്കും ദീനല്ല എന്ന് ആര് പറഞ്ഞു? ഇമാം മാലിക് ഇബ്നു അനസ് റഹിമഹുല്ലാ, ഇമാമു ദാരിൽ ഹിജ്റ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. അതെ അതെ, അതായത് മരണത്തിന് ശേഷവും മോദാമെന്ന് അഭിപ്രായക്കാരുണ്ടല്ലോ. അതും ശരിക്കും ഒരു ദുർബലമായ അഭിപ്രായമുണ്ട്. അതും ഈ ഹദീസ് കൊണ്ട് ചില ആൾക്കാർ തെളിവാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസിൻ്റെ സഹീഹാണ് വഈഫാണ് വേറെ ചർച്ച. ആ ഹദീസിൻ്റെ അർത്ഥം എന്താണ്? ഇഖ്റഉ അലാ മൗതാക്കും എന്ന് പറഞ്ഞാൽ മരിച്ചതിന് ശേഷമല്ല, മരണമാസന്നമാകുന്ന സമയത്ത്. ഞാൻ പറഞ്ഞു തരുന്നത് വെച്ചാൽ ഈ സഹാബിമാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന്, അതാണ് അവിടെയാണ് വിഷയം. അൽ മഷ്ഹൂറു, അപ്പോൾ 3 റാവിമാരിൽ കുറയാത്ത പരമ്പരക്ക് എന്ത് പറയും? മഷ്ഹൂർ എന്ന് പറയും. വഹാദ യുസമ്മ അൽ മഷ്ഹൂർ അൽ ഇസ്തിലാഹി, ഇതിനാണ് ഇസ്തിലാഹിയായിട്ട് മഷ്ഹൂർ എന്ന് പറയുക. ഈ മഷ്ഹൂറിന് വേറൊരു അർത്ഥമുണ്ട്, ഭാഷാർത്ഥം. എന്താണത്? പ്രസിദ്ധമായ, പ്രശസ്തി നേടിയ എന്നൊരു അർത്ഥമുണ്ട്. അത് ഞാൻ പഠിക്കും ഇൻഷാ അല്ലാഹ്. ഇനി മഷ്ഹൂറിന് ഉദാഹരണം എന്താണ്? അപ്പോൾ ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി എന്ന ഹദീസ് ഏതിന് ഉദാഹരണമാണ്? അസീസിന് ഉദാഹരണമാണ്. ഇനി മഷ്ഹൂറിന് ഉദാഹരണം പറയുകയാണ്. അനിബ്നി അംറിൻ, ഇത് ഇബ്നു അംർ എന്ന് പറഞ്ഞാൽ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നി അൽ ആസ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇന്നല്ലാഹ ലാ യഖ്ബിദുൽ ഇൽമ ഇൻതിസാഅൻ യൻതസിഉ മിനൽ ഇബാദ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അള്ളാഹുവിൻ്റെ അടിയാറുകളിൽ